അങ്ങനെ iOS 17.1 എന്ന് പറയുന്ന ഒരു അപ്ഡേറ്റ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഫോണിൽ വന്നിട്ടുള്ള അപ്ഡേറ്റിൻ്റെ ഫയൽ സൈസ് എന്ന് പറയുന്നത് 1.35 GB അതുപോലെ പി സിയിൽ നോക്കുവാണെങ്കിൽ ആ സെയിം അപ്ഡേറ്റ് ഫയൽ സൈസ് എന്ന് പറയുന്നത് 7.45 GB ആണ്. അപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് ഫോണുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ iPhone 12ഉം അതുപോലെ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന iPhone 14 Proയും. അപ്പോൾ 14 Proയിൽ വന്നിട്ടുള്ള അപ്ഡേറ്റിൻ്റെ സൈസാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ 12ൽ വന്നിട്ടുള്ളതും 1.30 GB അടുപ്പിച്ചിട്ടുണ്ട്. ഏകദേശം സെയിം ഫയൽ സൈസ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഇൻസ്റ്റാളേഷനിലേക്ക് വരുവാണെങ്കിൽ ഞാൻ 14 Proയിൽ iTunes വഴിയും അതുപോലെ ഈ 12ൽ എൻ്റെ കയ്യിലിരിക്കുന്ന 12ൽ ഞാൻ ഫോണിൽ നിന്ന് തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്തത്. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ എനിക്ക് രണ്ട് മെത്തേഡിൽ ഇൻസ്റ്റാൾ ചെയ്തപ്പോഴും പ്രശ്നങ്ങളൊന്നുമില്ല, സേഫായിട്ട് തന്നെ ഇൻസ്റ്റാൾ ആയി. വേറെ ഒരു പ്രശ്നങ്ങളുമില്ല ഇതുവരെ. ഇപ്പോൾ ഞാൻ ഒരു 6-7 മണിക്കൂറായിട്ടുള്ളൂ ഞാൻ ഈ ഒരു അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട്. ഇതുവരെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുൾ ആയിരുന്നു. iTunes വഴി ചെയ്യാൻ പറ്റുമെങ്കിൽ iTunes വഴി ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ഏറ്റവും സേഫ്. അപ്പോൾ എങ്ങനെയാണ് iTunes വഴി ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ പറയാനുള്ളതാണ് ഈ ഒരു കാണുന്ന iPhone 15 സീരീസിൽ വന്നിട്ടുള്ള ഒരു സ്ക്രീൻ ബേണിംഗ് ഇഷ്യൂ ഇപ്പോൾ ആപ്പിൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ആപ്പിളിൻ്റെ അപ്ഡേറ്റ് പ്രകാരം ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ഹാർഡ്വെയർ പ്രോബ്ലം അല്ല, സോഫ്റ്റ്വെയർ ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ ഈ 17.1 എന്ന് പറയുന്ന അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതോടുകൂടി 15 സീരീസിലുള്ളവർക്ക് ഈ ഒരു പ്രോബ്ലം ഫിക്സ് ആവും. ഇത് 15 സീരീസിന് മാത്രം വന്നുകൊണ്ടിരുന്ന ഒരു പ്രോബ്ലമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വെർഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടുകൂടി അവരുടെ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാം എന്നാണ് ആപ്പിൾ പറയുന്നത്. ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ബഗ് ഫിക്സ് എന്ന് പറയുന്നത് കീബോർഡ്. അതായത് ആപ്പിളിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഈ നോട്ട്സിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കീബോർഡിൽ നിന്ന് വരുന്ന ആ ഒരു ഫീഡ്ബാക്ക് കുറയാനായിട്ട് കാരണമായിട്ടുള്ള കുറച്ച് ഇഷ്യൂസും അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി അടുത്ത ഒരു ഫിക്സ് ഈ ഒരു അപ്ഡേറ്റിൽ പ്രധാനമായിട്ട് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി ഒരു കോളിലാണ് എങ്കിലും നമുക്കൊരു ഇൻകമിങ് കോൾ വരുന്ന സമയത്ത് ആ കോൾ ചെയ്യുന്ന ആരാണെന്നുള്ള അവരുടെ ഒരു പേര് കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇഷ്യൂവും ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റോട് കൂടി ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഈ ഒരു ഇഷ്യൂ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വളരെ കുറച്ച് പേർക്ക് മാത്രം വന്നിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു ഇത്. ഈ ഒരു ഓൾറെഡി ഒരു കോളിലുള്ള സമയത്ത് മറ്റൊരു കോൾ വരുമ്പോൾ പേര് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട് എങ്കിൽ ആ ഒരു ഇഷ്യൂ ഈ ഒരു അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതോടുകൂടി ഫിക്സ് ആവും. ഇനി ഈ ഒരു അപ്ഡേറ്റിൽ വന്നിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാനായിട്ട് ആദ്യം പറയാനുള്ളത് എയർ ഡ്രോപ്പിൽ വന്നിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അതായത് ഇത്രയും നാൾ നമ്മൾ എയർ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ രണ്ട് ഫോൺ അടുത്ത് കൊണ്ടുവയ്ക്കുക, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്ന ഒരു രീതിയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ രണ്ട് ഫോണും അടുത്ത് വെക്കേണ്ട കാര്യമില്ല. അതായത് ഡേറ്റ നമ്മൾ ട്രാൻസ്ഫർ വലിയ ഫയലൊക്കെയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് തുടങ്ങിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ആ ഫോൺ കൊണ്ട് നമുക്ക് മൂവ് ചെയ്ത് പോയി ആ ഒരു എയർ ഡ്രോപ്പിൻ്റെ റേഞ്ചിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഒരു ഡേറ്റ മൊബൈൽ ഡേറ്റ വഴി ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഡാറ്റ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജനറൽ എയർ ഡ്രോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഔട്ട് ഓഫ് റേഞ്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിനകത്ത് മൊബൈൽ ഡാറ്റ മൊബൈൽ ഡാറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഡാറ്റ ഒരു ട്രാൻസ്ഫർ ഇൻട്രപ്റ്റ് ചെയ്യാതെ, അതായത് ഡിസ്കണക്റ്റ് ആയി പോവാതെ തന്നെ നമുക്കത് കണ്ടിന്യൂ ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലാർജ് ഫയലൊക്കെ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണിത്. ഇനി ഈ ഒരു അപ്ഡേറ്റിൽ വന്നിട്ടുള്ള മറ്റൊരു ചേഞ്ച് എന്ന് പറയുന്നത് ലോക്ക് സ്ക്രീനിലെ അതുപോലെ ഹോം സ്ക്രീനിലെ വാൾപേപ്പർ കസ്റ്റമൈസേഷനാണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാനായിട്ട് ഫസ്റ്റ് ഞാൻ ഫോണൊന്ന് ലോക്ക് ചെയ്തിട്ട് ഞാൻ ലോക്ക് സ്ക്രീനിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ലോക്ക് സ്ക്രീനിൽ നിന്ന് ഞാൻ പുതിയൊരു വാൾപേപ്പർ ആഡ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് ഫോട്ടോ ഷഫിൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഫോട്ടോ ഷഫിൾ ഞാൻ എടുത്തു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്നത് പീപ്പിൾ സിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ താഴെ ഇപ്പോൾ ആൽബം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ആ ആൽബത്തിൽ നമുക്ക് ഫേവറേറ്റ്സിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ആൽബം നമുക്ക് ചൂസ് ചെയ്യാനും അത് നമുക്ക് ലോക്ക് സ്ക്രീനിൽ വാൾപേപ്പർ ഷഫിൾ ചെയ്യാനായിട്ടുള്ള ഒരു ലിസ്റ്റ് നമുക്കതിൽ കൊടുക്കാനും പറ്റും. അപ്പോൾ ആ ഒരു ആൽബത്തിൽ വന്നിട്ടുള്ള ഫോട്ടോസ് ആയിരിക്കും ഇനി തൊട്ട് ഷഫിൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. നേരത്തെ ഈ ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ മാനുവലി നമുക്ക് ഓരോ ഫോട്ടോസും സെലക്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ ഇനി തൊട്ട് മാനുവലി സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു ഏതെങ്കിലും ഒരു ആൽബം സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ആൽബത്തിലുള്ള ഫോട്ടോസ് ആയിരിക്കും ഷഫിൾ ചെയ്യാനായിട്ട് വരുന്നത്. ഇതാണ് ഫസ്റ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് വാൾപേപ്പർ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. അതിനായിട്ട് നമുക്കിപ്പോൾ ലോക്ക് സ്ക്രീനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ലോക്ക് സ്ക്രീനിലാണുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു. അതിനുശേഷം കസ്റ്റമൈസ് കൊടുത്തു കഴിഞ്ഞിട്ട് ലോക്ക് സ്ക്രീൻ ഞാനൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫുൾ ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഫുൾ ഇമേജ് ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വേറെ മൂവ് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ എനിക്ക് മുകളിൽ നിന്ന് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ കിട്ടണമെങ്കിൽ ഞാൻ ജസ്റ്റ് 2 വിരൽ വെച്ചിട്ട് ഒന്ന് പുൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് അത്രയും ഭാഗം ബ്ലെൻഡ് ചെയ്ത് ആ ഒരു വൈറ്റ് സ്പേസ് ആഡ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും.
അതെനിക്ക് വേണമെങ്കിൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം, കുറച്ച് ചെറുതാക്കി വെക്കാം, കുറച്ച് വേണമെങ്കിൽ നമുക്ക് മുകളിലേക്കും താഴേക്കും ഒക്കെ വയ്ക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് സൂം ചെയ്തൊക്കെ വെക്കണം, ഏതെങ്കിലും ഒരു ഭാഗം മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സൂം ചെയ്ത് വെക്കാനായിട്ടുള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ വെക്കുമ്പോഴാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഓക്കെ, ഞാനിപ്പോൾ ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും വരുന്നത്. ഇനിയിപ്പോൾ ഫോൺ അൺലോക്ക് ചെയ്യുന്ന സമയത്ത് മുകളിൽ അത്രയും ഭാഗത്ത് ആ ഒരു വൈറ്റ് സ്പേസ് ആയിരിക്കും വരുന്നത്. വീണ്ടും ഞാനിപ്പോൾ ലോക്ക് സ്ക്രീനിലേക്ക് പോയിട്ട് ആ ഒരു ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ വീണ്ടും പ്രസ് ചെയ്ത് പിടിച്ചു, കസ്റ്റമൈസ് കൊടുത്തതിന് ശേഷം ഇവിടുന്ന് ആ ഒരു എക്സ്റ്റെൻഡ് വാൾപേപ്പർ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പഴയ ഉള്ള ഫോർമാറ്റിലേക്ക് എങ്ങനെയാണോ ഒറിജിനൽ ഫോട്ടോ ഉണ്ടായിരുന്നത് അതുപോലെ വരും. ഇനി നിങ്ങൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ സപ്പോർട്ട് ചെയ്യുന്ന മോഡൽസാണ് യൂസ് ചെയ്യുന്നത്, ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സെറ്റിങ്സിൽ സ്റ്റാൻഡ് ബൈയിൽ വന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. ആ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് ഇനി തൊട്ട് നമുക്ക് ആ ഡിസ്പ്ലേ എങ്ങനെ ഓഫ് ആവണം എന്നുള്ളത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 3 ഓപ്ഷൻസ് ആണ് വരുന്നത്. അതിനകത്ത് ടേൺ ഓഫ് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ടേൺ ഓഫ് ഡിസ്പ്ലേ ആണെങ്കിൽ ഡിസ്പ്ലേ ഓഫ് ആയിട്ട് തന്നെ കിടക്കും. ഇനി ആഫ്റ്റർ 20 സെക്കൻഡ്സ് ഉണ്ട്, അതായത് 20 സെക്കൻഡ്സ് വരെ ഡിസ്പ്ലേ ഓൺ ആയിരിക്കും, അതിന് ശേഷം ഓഫ് ആയിപ്പോൾ. അതല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ആ ഓട്ടോമാറ്റിക് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 20 സെക്കൻഡ്സ് കഴിയുമ്പോൾ ഡിസ്പ്ലേ ഓഫ് ആവും. പക്ഷേ എന്തെങ്കിലും മോഷൻ ഡിറ്റക്റ്റ് ചെയ്യുവാണെങ്കിൽ, അതായത് നമുക്ക് രാത്രി ഫോൺ വെച്ച് കഴിയുമ്പോഴായിരിക്കുമല്ലോ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ആയിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു മോഷൻ ഡിറ്റക്റ്റ് ചെയ്ത് കഴിയുവാണെങ്കിൽ അത് ഓൺ ആയിട്ട് വരും. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു ചേഞ്ചസും കൂടെ ഈ ഒരു അപ്ഡേറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ ചെറിയൊരു ചേഞ്ചാണത്. ഇനി ആക്സസിബിലിറ്റിയിലേക്ക് വരുവാണെങ്കിൽ, അത് നമുക്ക് സെറ്റിങ്സിൽ നിന്ന് നേരെ ആക്സസിബിലിറ്റി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ടച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റീച്ചബിലിറ്റി ഉണ്ട്. റീച്ചബിലിറ്റി എനേബിൾ ആണെങ്കിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഈ ഒരു നാവിഗേഷൻ പാനലിൽ നിന്നൊന്ന് പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ക്രിയേറ്റ് ആവും. അതായത് ഈ ഒരു മൊത്തത്തിൽ ആ ഒരു സ്ക്രീൻ താഴോട്ട് വരുന്നതായിട്ടുള്ള ഒരു എഫക്റ്റ് വരും. അപ്പോൾ ആ വരുന്ന സമയത്ത് ഇവിടെ കാണുന്ന ഈ ഒരു കളർ എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്ക്രീനിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ എന്താണ് ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണോ സെറ്റ് ചെയ്തേക്കുന്നത് ആ ഒരു കളറായിരിക്കും വരുന്നത്. അപ്പോൾ ഇത് മാറ്റിയിട്ട് ബ്ലാക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അവർ അപ്ഡേറ്റിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം എല്ലാ ഫോണിലും വർക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന 12 ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ഈ 12-ൽ ഞാനിങ്ങനെ പുള്ളി ചെയ്യുന്ന സമയത്ത് എനിക്ക് സെയിം ഒരു റെഡ് കളർ പോലത്തെ ഒരു കളറാണ് ഇവിടെ വരുന്നത്. പക്ഷേ എൻ്റെ 14 പ്രോയിൽ ഞാനിത് ചെയ്യുവാണെങ്കിൽ എനിക്കിവിടെ കറക്റ്റായിട്ട് ബ്ലാക്ക് വരുന്നുണ്ട്, പ്യുവർ ബ്ലാക്കായിട്ട് എനിക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ അത് എല്ലാ ഫോണിലും വരുന്നില്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇപ്പോൾ 13 അങ്ങനെ ഏതെങ്കിലും മോഡൽസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി iPhone 15 മോഡൽസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ബാറ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇനിയിപ്പോൾ ചാർജിങ് ലിമിറ്റ് സെറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഈ ബാറ്ററി എന്ന് പറയുന്നിട്ടുള്ള ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്കിവിടെ ഒരു ചാർജിങ് ലിമിറ്റ് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷേ 15 മോഡൽസ് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കിവിടെ ചാർജിങ് ലിമിറ്റ് 80% സെറ്റ് ചെയ്യാം. അതായത് ആ ഒരു ചാർജ് 18% മുകളിലേക്ക് പിന്നെ ചാർജ് ആകത്തില്ല. അപ്പോൾ ബാറ്ററി സൈക്കിൾ നമുക്ക് കുറയ്ക്കാനായിട്ടും ബാറ്ററിയുടെ ഹെൽത്ത് കൂട്ടാനായിട്ട് നമുക്ക് കഴിയുന്നതാണ്. അതെന്തുകൊണ്ടാണ് അത് മറ്റ് മോഡൽസിലേക്ക് കൊടുക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. 15ലേക്ക് മാത്രമാണ് അവർ ഇതുവരെ അത് കൊടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ്. ഇത് മറ്റ് മോഡൽസിലേക്ക് ആപ്പിൾ ഇപ്പോഴും കൊടുക്കുന്നില്ല. ഇനി നിങ്ങൾ ആപ്പിൾ മ്യൂസിക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആപ്പിൾ മ്യൂസിക്കിൽ കുറച്ചധികം ചേഞ്ചസ് ആപ്പിളിൻ്റെ ഈ ഒരു അപ്ഡേറ്റിൽ വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇതുവരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ട്രാക്ക് നമുക്ക് ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ആപ്പിൾ മ്യൂസിക്കിൽ ഇല്ലായിരുന്നു. ഈ ഒരു അപ്ഡേറ്റോട് കൂടി ആപ്പിൾ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഞാനിപ്പോൾ ഈ ലൈബ്രറിയിലേക്ക് പോകുകയാണെങ്കിൽ ഞാനിപ്പോൾ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടില്ലാത്തത് കൊണ്ട് എനിക്കിവിടെ ട്രാക്കുകളൊന്നും കാണിക്കാത്തത്. അതല്ല, നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ലൈബ്രറിയിൽ നമുക്ക് പാട്ടുകളൊക്കെ കാണാനായിട്ട് പറ്റും. അങ്ങനെ ഒരു പാട്ട് നമ്മൾ എടുത്ത് പ്ലേ ചെയ്യുന്ന സമയത്ത് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചെറിയൊരു സ്റ്റാറിൻ്റെ ഒരു ഐക്കൺ വരും. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേവറേറ്റ്സിലേക്ക് നമുക്ക് ഈ ഒരു പാട്ടുകളൊക്കെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു പാട്ടുകൾ നമുക്ക് ഫേവറേറ്റ്സിലേക്ക് ആഡ് ചെയ്യുന്നത് മാത്രമല്ല, നമുക്ക് വേറെ ആൽബംസ് വേണമെങ്കിൽ നമുക്ക് ഈ ലൈബ്രറിയിൽ നിന്ന് നമുക്ക് ഫേവറേറ്റ്സിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ആൽബംസ്, സോങ്സ്, പ്ലേലിസ്റ്റ് ഇതെല്ലാം നമുക്ക് ഫേവറേറ്റ്സിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ ലൈബ്രറിയിൽ വന്നിവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫേവറേറ്റ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ നമ്മൾ ഈ ഒരു പാട്ട് പ്ലേ ചെയ്തതിന് ശേഷം സ്ക്രീൻ ഒന്ന് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോക്ക് സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് ആ ഒരു ഫേവറേറ്റ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെയും കാണിക്കുന്നതായിരിക്കും. ഇനി iPhone 15 ആണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ആക്ഷൻ ബട്ടണിൽ കുറച്ച് ഫീച്ചേഴ്സ് ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. അതായത് iPhone 15 സൈഡിൽ വരുന്ന ഈ ഒരു സംഭവം മാറ്റി ഒരു ആക്ഷൻ ബട്ടൺ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു മൾട്ടി ഫങ്ഷൻ ബട്ടൺ ആയതുകൊണ്ട് അതിനകത്ത് നമുക്ക് ബാഗിലൊക്കെ ഈ ഫോൺ ഇങ്ങനെ ഇടുന്ന സമയത്ത് അബദ്ധത്തിൽ നമുക്ക് എങ്ങാണം എന്തെങ്കിലുമൊക്കെ കൊണ്ട് ഈ ഒരു ആക്ഷൻ ബട്ടൺ പ്രസ് ആയി കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ആക്ഷനൊക്കെ ട്രിഗർ ആവാതിരിക്കാനായിട്ട് അവർ കുറച്ച് ആക്ഷൻസൊക്കെ അവർ ഡിസേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ക്യാമറ, ഫ്ലാഷ് ലൈറ്റ്, വോയിസ് മെമ്മോ, ഫോക്കസ്, മാഗ്നിഫയർ ഫംഗ്ഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ
ഇൻറ്റൻഷ്യലി ആപ്പിൾ ആ ഒരു സംഭവം ഡിസേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ യു കെയിൽ താമസിക്കുന്നവരാണെങ്കിൽ വാലറ്റ് ആപ്ലിക്കേഷനിൽ പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. അതായത് വാലറ്റ് ആപ്ലിക്കേഷനിൽ നിന്ന് ഇനി തൊട്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ട് ബാലൻസും നമുക്ക് വാലറ്റ് ആപ്ലിക്കേഷനിൽ ഇവിടെ കാർഡ് നമുക്ക് ലിസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ ഒരു ബാങ്ക് അക്കൗണ്ടിലുള്ള ബാങ്ക് ബാലൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ ഒരു മിനി സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ റീസെൻറ്റ് ട്രാൻസാക്ഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പുതിയൊരു ഓപ്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യാനായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒന്ന് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് ബാലൻസ് നമുക്ക് ഇവിടെ വാലറ്റ് ആപ്ലിക്കേഷനിൽ തന്നെ കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇനി ഐഫോൺ 14 Pro തൊട്ട് മുകളിലേക്കുള്ള മോഡൽസിൽ നമുക്ക് ഡൈനാമിക് ഐലൻഡിൽ തന്നെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആണെങ്കിൽ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഐക്കണും കൂടെ അവിടെ കാണുന്നതാണ്. ഫ്ലാഷ് ലൈറ്റ് ഓൺ ആണെങ്കിൽ നമുക്ക് ആ ഒരു ഡൈനാമിക് ഐലൻഡിൽ അതിൻ്റെ ഒരു ഐക്കൺ കാണാൻ പറ്റും. അവിടെ നിന്ന് തന്നെ ഓഫ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതും ഈ ഒരു അപ്ഡേറ്റിൽ വന്നിട്ടുള്ളായിരുന്നു. നേരത്തെ അത് 15 മോഡൽസിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളായിരുന്നു. അപ്പോൾ ഇത്രയും ചേഞ്ചസ് ആണ് ഈ ഒരു അപ്ഡേറ്റിൽ ആപ്പിൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ബഗ് ഫിക്സുകൾ, ഒരുപാട് സെക്യൂരിറ്റി ഇഷ്യൂസിൻ്റെ ഫിക്സ് അല്ലെങ്കിൽ ഫീച്ചറുകളൊന്നുമില്ല. വളരെ കുറച്ച് ഫിക്സുകൾ മാത്രമാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവരും മസ്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു വെർഷനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത് നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത വെർഷൻ വരുന്ന സമയത്ത് ഫീച്ചറുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്താലും മതിയാവും. ഒരുപാട് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നും ഇതിൽ ഫിക്സ് ചെയ്തിട്ടില്ല. സോ നിങ്ങൾക്ക് കൊള്ളാമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഈസി ആയിട്ട് സ്കിപ്പ് ചെയ്യാവുന്ന ഒരു അപ്ഡേറ്റ് ആണിത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.